ഷെയർഖാൻ സെയിൽസ് ആപ്പ് ത്രൂ എങ്ങനെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂസർ എന്ന ഐഡിയിൽ ലോഗിൻ ചെയ്താലാണ് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ലോഗിൻ ചെയ്ത ശേഷം സൈഡ് ബാറിൽ ജനറേറ്റ് BRFR ലിങ്ക് എന്ന ഓപ്ഷൻ കിട്ടും. അവിടെ ഷെയർ NSDL ലിങ്ക്, CDSL ലിങ്ക്, അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. NSDL ആണ് ക്ലയൻറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതെങ്കിൽ NSDL ക്ലിക്ക് ചെയ്യുക, CDSL ആണ് വേണ്ടെങ്കിൽ CDSL ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കസ്റ്റം URL ലിങ്ക് ജനറേറ്റ് ആവും. അത് കോപ്പി ചെയ്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ത്രൂ ആണ് അയക്കേണ്ടതെങ്കിൽ വാട്സപ്പിലേക്കാണെങ്കിൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ആ URL കോപ്പി ചെയ്ത് നമുക്ക് തന്നെ ഏതെങ്കിലും ബ്രൗസറിൽ ക്ലിക്ക് ചെയ്ത് അതിൽ കൂടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ DAY ആപ്ലിക്കേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻ്റ്ലി ആ ലിങ്ക് ത്രൂ ഏതൊക്കെ അക്കൗണ്ട് ആരൊക്കെ പ്രൊസീഡ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അവരെവിടെയെങ്കിലും സ്റ്റക്കപ്പായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റെസ്യൂം ചെയ്ത് അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കാനും പറ്റും. അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ടോട്ടൽ 5 OTPs വരുന്നത്. അതിൽ ആദ്യത്തേത് മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാനുള്ള OTP ആണ്. മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടൊരു OTP വരും. ക്ലയൻറ്റ് മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക, അപ്പോൾ OTP വരും. അക്കൗണ്ട് ഓപ്പണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ GPS ലൊക്കേഷൻ ഓൺ ആയിരിക്കണം, ക്യാമറ പെർമിഷനും ഓൺ ആയിരിക്കണം. ബ്രൗസറിൽ ആ പെർമിഷൻ നമ്മൾ അലോ കൊടുത്തിട്ടുണ്ടാവണം, എന്നാലാണ് അവർക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് OTP കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും സെയിം അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മൊബൈൽ നമ്പർ OTP ചോദിച്ച ശേഷം എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID എൻ്റർ ചെയ്യാൻ വരും, സിറ്റി എൻ്റർ ചെയ്യാൻ വരും. സിറ്റി എവിടെയാണ് ക്ലയൻ്റ് എന്ന് കൊടുക്കുക. ഇമെയിൽ ID കൊടുത്ത ശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിനൊരു ഇമെയിൽ വരും. ആ ഇമെയിലിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലയൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ID വെരിഫൈഡ് ആവും. ഇൻ കേസ് അത് വരാൻ ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേറ്റർ ആണെങ്കിലും ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണെങ്കിലും ഇമെയിൽ OTP ത്രൂ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഇതിനുശേഷം ക്ലയൻറ്റിന് ഒരു 3 ആധാർ OTPs വരും. ഫസ്റ്റ് ആധാർ OTP ക്ലയൻറ്റിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് UDI സൈറ്റിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള OTP ആണ്. അപ്പോൾ ഡിജി ലോക്കർ ത്രൂ ആണത് പ്രൊസീഡ് ആവുന്നത്. അപ്പോൾ ക്ലയൻറ്റിനോട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. 3 ആധാർ OTPs വരും. ആദ്യത്തേത് അഡ്രസ്സ് അപ്ഡേറ്റ് ആവാനുള്ളതാണ്. ഫൈനൽ 2 ആധാർ OTPs സൈനും KYC ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുമുള്ളതാണ്. ഫസ്റ്റ് മൊബൈൽ OTP കൊടുത്ത ശേഷം കയറി കഴിയുമ്പോഴേക്കും പാൻ നമ്പർ ചോദിക്കും. പാൻ നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഐ എഗ്രി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ പേര് ഓട്ടോമാറ്റിക്കലി ആസ് പെർ പാനിലെ പോലെയാണ് വരുന്നത്. പാൻ സൈറ്റിലെ പോലെയാണ് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ആവുന്നത്. ഇപ്പോൾ എല്ലാ അക്കൗണ്ടും ഓപ്പൺ ആവുന്നത് ആസ് പെർ പാൻ സൈറ്റിൽ ക്ലയൻറ്റിൻ്റെ പേര് എങ്ങനെയാണോ അതുപോലെയാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് നെയിം സെപ്പറേറ്റ് അടിച്ചു കൊടുക്കുകയോ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യേണ്ടി വരാറില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നെയിം പാനിലും പാൻ സൈറ്റിലും ആധാറിലും സെയിം ആണെങ്കിൽ അക്കൗണ്ട് സ്മൂത്തായിട്ട് ഓപ്പൺ ആയി പോകും. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നെയിമിൽ എന്തെങ്കിലും ചില കേസസിൽ എക്സ്പാൻഷനോ അല്ലെങ്കിൽ മിസ്മാച്ചസോ ഉണ്ടെങ്കിൽ അഡീഷണൽ ഒരു ഡിക്ലറേഷനും കൂടെ ക്ലയൻറ്റിൻ്റെ നെയിം സെയിം ആണെന്നുള്ളത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതുകൂടി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ റിജക്ഷൻ ഒന്നും ഇല്ലാതെ ഓപ്പൺ ആവും. നെക്സ്റ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സെക്ഷനാണ്. അപ്പോൾ അവിടെ IFSC കോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോഴേക്കും ഏത് ബ്രാഞ്ചാണെന്ന് കാണിക്കും. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത ശേഷം അതൊന്നും കൂടി കൺഫേം ചെയ്യാൻ കാണിക്കും. കൺഫേം ചെയ്യുക. കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അത് ത്രൂ ആവും. അതിനുശേഷം പെനി ഡ്രോപ്പ് ഫെസിലിറ്റിയിലാണ് അക്കൗണ്ട് കൺഫേം ചെയ്യുന്നത്. അതായത് ഈ അക്കൗണ്ട് നമ്പറിലേക്ക് ഒരു 1 rupee ഷെയർഖാനിൽ നിന്ന് പേ ചെയ്യും. അപ്പോൾ ആ അക്കൗണ്ട് ത്രൂ ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക് ലിങ്ക്ഡ് ആവും. ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മിസ്മാച്ചസ് നമ്മൾ ടൈപ്പ് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. അപ്പോൾ വേറെ ഡോക്യുമെൻറ്റേഷനൊന്നും അതിന് വേണ്ടി വരില്ല. പിന്നെ ക്ലയൻറ്റ് ഡിഫോൾട്ട് അക്കൗണ്ട് ഓപ്പൺ ആവുന്നത് സൂപ്പർ സേവർ പ്ലാൻ എന്ന് പറഞ്ഞ പ്ലാനിലാണ്. അതിൽ ബ്രോക്കറേജ് ഹയർ സൈഡാണ്, 0.5 ആണ് ഫോർ ഡെലിവറി. അപ്പോൾ നമ്മളൊന്ന് പ്രയോറിറ്റി ചെയ്യുന്ന ക്ലയൻസൊക്കെ ആണെങ്കിൽ ഒന്ന് ബ്രോക്കറേജ് കുറച്ച് കൊടുക്കുക അക്കൗണ്ട് ഓപ്പൺ ആയ ശേഷം. അപ്പോൾ തന്നെ നെക്സ്റ്റ് പ്രൊസീഡ് ആവുന്നത് ആധാർ ഡീറ്റെയിൽസ് UDI സൈറ്റിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യുവർ അഡ്രസ്സ് എന്ന് അവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്റ്റേണൽ സൈറ്റിലേക്ക് പോകും. ആധാറിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സൈറ്റ് ആയിരിക്കും. അവിടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ക്ലയൻറ്റ് അടുത്ത് നിന്ന് ആധാർ OTP കളക്ട് ചെയ്യുക. ആധാർ OTPക്ക് 10 minutes എന്ത് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലയൻറ്റിനോട് ജസ്റ്റ് പറഞ്ഞിരിക്കുക പെട്ടെന്ന് തന്നെ വരുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. വൺസ് OTP വന്ന ശേഷം അത് കൊടുത്തു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ആധാറിൻ്റെ സൈറ്റിൽ നിന്ന് അത് ഫെച്ച് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കും. അത് ഡിജി ലോക്കർ ത്രൂ ആണ്
ഡീറ്റെയിൽസ് ഫെച്ച് ആവുന്നത്. വേറൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഡിജി ലോക്കറിൽ ത്രൂ അഡ്രസ് ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പെർമിഷൻ 2 ഡേയ്സിലേക്ക് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത ശേഷം ഇനി ക്ലയൻറ്റ് തിരക്കായിപ്പോയി, അപ്പോൾ അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അക്കൗണ്ട് പിന്നെയും പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ആ ഡാറ്റ അതിനകത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെ ആധാർ OTPs കൊടുക്കേണ്ടി വരും. ക്ലയൻറ്റ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. 2 ഡേയ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആ ഡാറ്റ പോവും, അഡ്രസ് ഡീറ്റെയിൽസ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഡിജി ലോക്കറിൽ ചിലപ്പോൾ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് ഓട്ടോമാറ്റിക്കലി പുതിയത് ക്രിയേറ്റ് ആവും. അപ്പോൾ അതിൽ ഡിജി ലോക്കറിൻ്റെ ഒരു പിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ആ പിന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ചില ആളുകൾക്ക് ഓൾറെഡി ചിലപ്പോൾ നേരത്തെ പിൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അവർ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ തന്നെ ഫോർഗോട്ട് സെക്യൂരിറ്റി പിൻ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പുതിയൊരു പിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പിന്ന് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ക്ലയൻറ്റിന്, അതിനുശേഷം പ്രൊസീഡ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് റിപ്പീറ്റഡ് നമ്പേഴ്സൊന്നും ഡിജി ലോക്കർ പിന്നായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ, ആൾ ഓർത്തിരിക്കുന്ന ഒരു നമ്പർ സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ക്ലയൻറ്റിനെ ഓർത്തിരിക്കാൻ. നെക്സ്റ്റ് അലോ കൊടുത്ത് കഴിയുമ്പോഴേക്കും ഈ ഡിജി ലോക്കറിലെ ഡാറ്റ നമുക്ക് ഫെച്ചായിട്ട് കിട്ടും. അക്കോർഡിംഗ്ലി ഉള്ള അഡ്രസ്സ് നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരും. നോർമലി ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് ആകെ ഒരു സിഗ്നേച്ചർ ആണ്. പിന്നെ പാൻ കാർഡ് ചില കേസസിൽ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യുക, ആ ഒരു സിഗ്നേച്ചർ ക്ലയൻറ്റിൻ്റെ വൈറ്റ് പേപ്പറിൽ സൈൻ ഇട്ടിട്ട് ഒരു സിഗ്നേച്ചർ ഫോട്ടോ എടുത്ത് അയക്കുക. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഡ്രോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡ്രോ ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ വരയ്ക്കുക ചെയ്താലും മതി. അത് കുറച്ച് പാടായതുകൊണ്ട് ഏറ്റവും എളുപ്പം ഉള്ള പ്രോസസ്സ് സ്ക്രീനിൽ വരയ്ക്കണ കുറച്ച് പാടായിരിക്കുമല്ലോ കൈവച്ചിട്ട്. അപ്പോൾ അതിനേക്കാൾ എളുപ്പം ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ഇട്ടിട്ട് അത് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു സെൽഫി എടുക്കുന്ന പ്രോസസ്സ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ടേക്ക് സെൽഫി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ക്യാമറ പെർമിഷൻ ചോദിക്കും, അലോ കൊടുക്കുക. ലൊക്കേഷൻ ആക്സസ് ചോദിക്കും, അലോ കൊടുക്കുക. അതിനുശേഷം ക്ലയൻറ്റിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഫേസ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിട്ടിരിക്കുന്ന രീതിയിൽ, അത് വേറെ ആരും ബാക്ക്ഗ്രൗണ്ടിൽ പാടില്ല, കണ്ണ് തുറന്നിരിക്കണം ക്ലയൻറ്റിൻ്റെ. അപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഫോട്ടോ സെൽഫി ക്ലിയർ ആയിട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേനകത്ത് റൗണ്ട് ഇങ്ങനെ ഗ്രീനായിട്ട് വരും. താഴെ സെൽഫി ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് സെൽഫി കാണിക്കും. ക്ലയൻറ്റ് തൊട്ടടുത്തുണ്ടെങ്കിൽ അതിനകത്ത് ഡയറക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ക്ലയൻറ്റ് കറൻ്റ്ലി നമ്മുടെ ലൊക്കേഷനിലല്ല എങ്കിൽ ഈ ലിങ്ക്, നമ്മുടെ അക്കൗണ്ട് ഓപ്പണിങ്ങിൻ്റെ ലിങ്ക് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുക. അവരോട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറയുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് എവിടെയാണോ നമ്മൾ ഏത് പ്രോസസ്സിലാണോ റിസീവ് ആയത് അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. അവരോട് സെൽഫി എടുക്കുകയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുകയും ചെയ്ത ശേഷം തരാൻ വേണ്ടി പറഞ്ഞാൽ അപ്പോൾ നമുക്ക് രണ്ടാമത് OTP എടുത്ത് ഇവിടെ നിന്ന് കയറിയിട്ട് ബാക്കി പ്രോസസ്സ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും ഇപ്പോൾ നെയിം മിസ് മാച്ച് ഉണ്ടെങ്കിൽ ഇവിടെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഐഡൻറ്റിറ്റി പ്രൂഫ് കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ ആ ഒരു ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും മെൻഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ അത് മെൻഷൻ ചെയ്യുക. മാരീഡ് ആണെങ്കിൽ മാരീഡ്, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ, ഫാദേഴ്സ് നെയിം ആസ് പെർ പാനിൽ നമ്മൾ കൊടുക്കുക. പിന്നെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അത് കൊടുക്കുക. കറൻ്റ്ലി ബിസിനസ് റൺ ചെയ്യുന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ സാലറീഡ് ആണെങ്കിൽ അത്. അപ്പോൾ അതിനകത്ത് ചില കേസസിൽ റിജക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ സാലറീഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡെസിഗ്നേഷൻ ചോദിക്കും. ഇപ്പോൾ ഡെസിഗ്നേഷൻ നമ്മൾ ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് കൊടുക്കുക. അല്ലാതെ ഷോർട്ട് ഫോം കൊടുത്തു കഴിയുമ്പോൾ ചില കേസസിൽ ആളുകൾ SW എന്നൊക്കെ കൊടുത്തു വിടും. അപ്പോൾ ഷോർട്ട് ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ക്ലിയർ ആവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചിലപ്പോൾ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് എന്താണ് ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ബിസിനസ് ആണെങ്കിൽ ബിസിനസ് കൊടുക്കുക, റിട്ടയർ ആണെങ്കിൽ റിട്ടയർഡിന് കൊടുക്കുക. അപ്പോൾ ക്ലിയർ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യുക. ആനുവൽ ഇൻകം എത്രയാണെന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ ഷെയർഖാൻ്റെ പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതായത് ഷെയർഖാനിൽ എത്ര ആൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ഇൻറ്റേർണൽ ഇൻഫോ ആണ്. അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെൻഷൻ ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക.
അതേപോലെ നോമിനി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നോമിനിയുടെ പ്രൂഫ് നമ്മൾ ആളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുക, അതായത് പാനോ ആധാറോ. അതായത് അതിനകത്ത് അതിൻ്റെ ഒരു ഫൈനൽ 4 ഡിജിറ്റ് നമ്പേഴ്സ് കൊടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ക്ലയൻറ്റിന് നോമിനി ഇപ്പോൾ ആഡ് ചെയ്യേണ്ടതെന്നാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. വിത്തൗട്ട് നോമിനി അഡീഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ലേറ്റർ ആണെങ്കിലും ക്ലയൻറ്റിന് ഓൺലൈൻ തന്നെ നോമിനി ആഡ് ചെയ്യാനുള്ള പ്രോസസ്സൊക്കെ ചെയ്യാൻ പറ്റും. ആഡ് നോമിനി എന്നുള്ള സെക്ഷനിൽ നമ്മൾ നോന്നോ എടുത്താണ് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ തന്നെ ക്ലയൻറ്റ് ഒരു മെസ്സേജ് വരും, നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് വിത്തൗട്ട് നോമിനിയാണ്, പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ക്ലയൻറ്റിനോടൊന്ന് ചോദിച്ചിട്ട് അത് കൊടുക്കുക. ക്ലയൻറ്റ് ഇതുവരെ ഇമെയിൽ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ OTP ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ഇമെയിൽ ID വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് ആവും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലയൻസിൻ്റെ ഒക്കെ Gmail അക്കൗണ്ട് ചില ആളുകളുടെ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ആളുടെ പേഴ്സണൽ ID ഫുള്ളായിട്ടാണോ ഇമെയിൽ വരാത്തതെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ഇമെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ചേഞ്ച് ഇമെയിൽ ID കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ വേറെ ഏതെങ്കിലും ID ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. പണ്ട് നമ്മുടെ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സ് എല്ലാം ഓഫ്ലൈനായിരുന്നു. എല്ലാ ബ്രോക്കേഴ്സിൻ്റെ അങ്ങനെയായിരുന്നു, ഒരു 10-40 സൈനൊക്കെ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു. അപ്പോൾ അതിന് തന്നെ ഡിജിറ്റൽ ഒരു വേർഷനാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. ബട്ട് ആ സെയിം ഒരു ഫോമിലേക്ക് ഡിജിറ്റലി സൈൻ ഇംപ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റ് രജിസ്ട്രേഷൻ ഫോം നമുക്ക് കാണാം. ആ ഒരു ഡോക്യുമെൻറ്റ് പഴയ ആ ഒരു ഫിസിക്കൽ ഫോമിലേക്ക് നമ്മൾ ഡിജിറ്റലി ചെയ്ത സൈൻസും ഫോട്ടോയും എല്ലാം അപ്ലോഡ് ആവുക ചെയ്യുന്നത്. ക്ലയൻറ്റ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് നോക്കണം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ഡൗൺലോഡബിളായിട്ട് കാണിക്കും. അത് നമുക്ക് നോക്കാൻ പറ്റും. അതിനകത്തുനിന്ന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ബാക്ക് അടിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എഗ്രി കൊടുത്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്നത് ഈ സൈനിൻ്റെ OTP ആണ്. അതായത് സിഗ്നേച്ചർ നമ്മൾ ഈ സൈൻ ത്രൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ആധാർ നമ്പർ ക്ലയൻറ്റ് അടിച്ചു കൊടുക്കുക, ആധാർ OTP കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. ഇതിന് ശേഷം ഒരു ആധാർ OTP കൂടി നമ്മൾ കൊടുക്കാനുണ്ട്. അത് KYC വെരിഫിക്കേഷനെയാണ്. അതായത് ക്ലയൻസിൻ്റെ എല്ലാവരുടെയും CVL KRAയിൽ KYC ഡീറ്റെയിൽസ് അപ്ലോഡ് ആവാനുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള OTP ആണ്. അപ്പോൾ ഒരു ആധാർ OTP കൂടി ക്ലയൻറ്റിനോട് വരുമെന്ന് പറയുക. അതിനുശേഷം ഈ പ്രോസസ്സ് ഫിനിഷ് ആവും. ഫൈനൽ പേജിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പണിംഗ് സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടാവും. ഫോം സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനുശേഷം നമ്മളെ വെരിഫിക്കേഷൻ ടീം അത് പിക്ക് ചെയ്തിട്ട് അവരത് വെരിഫൈ ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഫോം പിക്ക്ഡ് എന്ന് കാണിക്കും. പിന്നെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ഓൾ സെറ്റ് ടു ട്രേഡ് എന്നുള്ളത് കാണിക്കും. അക്കൗണ്ട്സിൻ്റെ സ്റ്റാറ്റസ് നമ്മൾ ആ ഒരു DOA ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് റെസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ വൺസ് സബ്മിറ്റ് ആയ ശേഷം ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിഫ്രഷ് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും. 15 മിനിറ്റ്സ് ഒക്കെ എടുക്കാറുള്ളൂ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആവാൻ. അപ്പോൾ അതിനുശേഷം ക്ലയൻറ്റിന് ഇമെയിലിൽ യൂസർ ID വരുന്നുണ്ടാവും. എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. അത് നമുക്ക് ക്ലിയർ ചെയ്യാനും പറ്റും ഓൺലൈനിൽ തന്നെ. അപ്പോൾ ക്ലയൻറ്റിന് വൺസ് ഇത് സബ്മിറ്റ് ചെയ്ത ശേഷം ആപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, ഡെമോ വീഡിയോസ് അയച്ചു കൊടുക്കുക. വൺസ് ആൾക്ക് യൂസർ ID ഇമെയിൽ വന്ന ശേഷം ആൾക്ക് ലോഗിൻ ചെയ്തിട്ട് അത് ആക്സസ് ചെയ്യാൻ പറ്റും.